ഹായ് ഡിയേഴ്സ്. നമ്മൾ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ 7.1 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആയിരുന്നു. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ 7.1 ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ 7.2 അതായത് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മെത്തേഡ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോലുള്ള ഒരുപാട് മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രോബ്ലം കൂടെ ചെയ്ത് നമ്മൾ നിർത്തുവാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 7.1 നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതില് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്റഗ്രൽ നമുക്കൊരു മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഇന്റഗ്രൽ സീകെക്സ് ഇൻറ്റു സീകെക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ്, അതായത് 7.1 18ാമത്തെ ചോദ്യമാണിത്. ഇന്റഗ്രൽ സീകെക്സ് ഇൻറ്റു സീകെക്സ് പ്ലസ് ടാൻ എക്സ്. ഇപ്പൊ നമ്മള് കുറെ പ്രോബ്ലത്തിൽ ഇൻറ്റു വരുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അവിടെ ഇന്റഗ്രേഷന് നമുക്ക് പ്രോഡക്റ്റ് റൂൾ തൽക്കാലം നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. യെസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ സീകെക്സ് ഇൻറ്റു സീകെക്സ്, അതായത് ഈ സാധനം നമ്മൾ അകത്തോട്ട് കൊടുക്കുന്ന എന്ത് വരും, സീകെക്സ് ഇൻറ്റു സീകെക്സ് സീക് സ്ക്വയർ എക്സ്, പിന്നെ ഇവിടെയുള്ള പ്ലസ് സീകെക്സ് ഇൻറ്റു അടുത്താണ് സീകെക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വരുമ്പോൾ സീകെക്സ് ടാൻ എക്സ് ദ ഹോൾ ഡി എക്സ്. ഈ ഡി എക്സ് മറക്കരുത്. ഇന്റഗ്രേഷൻ ചോദ്യത്തിന്റെ കൂടെ ഡി എക്സും ആൻസർ എഴുതി കഴിഞ്ഞാൽ പ്ലസ് സി ഇടാനും മറക്കരുത്. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താണ്, ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സീകെക്സ് ടാൻ എക്സ് ഡി എക്സ് എന്ന് എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ആദ്യത്തേതിന് എനിക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം, രണ്ടാമത്തേതിന് എനിക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം. ഇതേപോലത്തെ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോബ്ലം ആണത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഉള്ള പ്രോബ്ലം ആണ്. ഓക്കെ, എന്താണ് സീക് സ്ക്വയർ എക്സ് ഡി എക്സ്? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ എക്സ് പ്ലസ് സി അല്ലെ. അതുപോലെ ഇന്റഗ്രൽ സീകെക്സ് ടാൻ എക്സ് എന്ന് വന്നാൽ അതാരാണ്, സീകെക്സിന്റെ ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, ഇത് മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് സി ആണ്. അതുപോലെ ഇന്റഗ്രൽ സീകെക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീകെക്സ് പ്ലസ് സി ആണ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാൻ വരും സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ടാൻ എക്സ് പ്ലസ് സീകെക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ സീകെക്സ് പ്ലസ് സി. ദിസ് ഈസ് ദ ആൻസർ. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആണ്. നമുക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ ഇൻഡു വരെയാണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെയും നമുക്ക് പഠിച്ച ഒരു മെത്തേഡ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡ് നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ട്രിഗണോമെട്രിയുടെ ഏതെങ്കിലും ഒക്കെ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. നമുക്കറിയാം 1/cos x ആണ് സീക് എക്സ്, 1/cos x ആണ് സീക് എക്സ്. അപ്പൊ 1/cos സ്ക്വയർ വന്നാൽ വരും സീക് സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് 1/sin x ആണ് കൊസീക് സ്ക്വയർ എക്സ്, സോറി കൊസീക് എക്സ് ആണ്. 1/sin x എന്ന് പറഞ്ഞാൽ കൊസീക് എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1/sin സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എക്സ് എന്നാ. ഈ രണ്ട് ഐഡന്റിറ്റി നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് സീക് സ്ക്വയർ എക്സിന് പോലെ എന്ത് കൊടുക്കണം, 1/cos സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം, ദ ഹോൾ ഡിവൈഡ് ബൈ അല്ലെ. കൊസീക് സ്ക്വയർ എക്സിന് വേണ്ടി കൊടുക്കാം 1/sin സ്ക്വയർ എക്സ് ദ ഹോൾ ഡി എക്സ് എന്ന് കൊടുക്കാം. ദെൻ ഇന്റഗ്രൽ ഏറ്റവും താഴെയുള്ള ആൾ കറങ്ങി ഇവിടെ പോകും, ഏറ്റവും മുകളിൽ റെസിപ്രോക്കൽ എടുക്കും. അതായത് തലകീഴായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ വരും, സൈൻ സ്ക്വയർ എക്സ് ഏറ്റവും മുകളിൽ പോകും, താഴെ വരും കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. അതായത് എ ബൈ ബി ദ ഹോൾ ഡിവൈഡ് ബൈ സി ബൈ ഡി എന്നാണെങ്കിൽ ഈ ഡി ഏറ്റവും മുകളിൽ പോകും. ഓക്കെ, ഡി അതായത് എ ഇൻറ്റു ഡി ബൈ ആര് വരൂടാ, ബി ഇൻറ്റു സി എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന് എഴുതാൻ പറ്റും. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഞാൻ ആ 1 അവിടെ ഇടാത്തത് അല്ലേ. അതായത് താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള ആളെ നമ്മൾ എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. നമുക്ക് ഇനി ഒരു കാര്യം കൂടി അറിയാം, എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. യെസ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ
ടാൻ എക്സ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ആരാവും? ടാൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ചെറുതായി. എങ്ങനെയായി? ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായി അല്ലേ? നമ്മളെ പ്രോബ്ലം ഇപ്പൊ കുറച്ചും കൂടി ചെറുതായി. ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായി. ഇനിയാണ് പ്രശ്നം, നമുക്ക് ടാൻ സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ഇല്ല അല്ലേ? കാരണം ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടാൻ സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ഇല്ല. ഇപ്പോഴാണ് നമ്മൾ ട്രിഗണോമെട്രിയുടെ മറ്റൊരു ഐഡന്റിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആശ്രയിക്കേണ്ടി വരും. ആ ഐഡന്റിറ്റി ഇതാണ് ടാൻ സ്ക്വയർ എക്സ്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി. ഇനി അങ്ങോട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഈ ഐഡന്റിറ്റി നമ്മൾ ഉപയോഗിക്കും. ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ. യെസ്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണ്. ടാൻ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടെ നിങ്ങൾ ടാൻ സ്ക്വയർ എക്സ് കണ്ടാലും അവിടെ നമ്മൾ ആരെ ഓർമ്മ വരണം? സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ്ണിനെ ഓർമ്മ വരണം. കാരണം എന്താണ്? എനിക്ക് സീക്സ് സ്ക്വയർ എക്സിന് ഡെറിവേറ്റീവ് സോറി ഇന്റഗ്രേഷൻ ഉണ്ട്. ടാൻ സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ഇല്ല. പക്ഷെ ടാൻ സ്ക്വയറിനെ സീക്സ് സ്ക്വയറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാൻ സ്ക്വയർ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? യെസ്, ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ഡി എക്സ് എന്ന് എഴുതാം. സംശയമുണ്ടോ? സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ഡി എക്സ് എന്ന് എഴുതാം. ഞാൻ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ട്രിഗണോമെട്രിയുടെ ഐഡന്റിറ്റീസ് ആണ്. ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന ഐഡന്റിറ്റികൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്താണ്? നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ഇവിടെ എത്തി. എന്താ? ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ. ഇത് നമുക്കറിയാം, രണ്ട് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ പറഞ്ഞത്? ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ ഡി എക്സിനെ ഇനി എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? സെപ്പറേറ്റ് ഇന്റഗ്രേഷൻ കൊടുക്കാമല്ലോ. ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ വൺ ഡി എക്സ്. ഞാൻ ഇന്റഗ്രൽ ആദ്യത്തെ ആൾക്ക് കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. ഞാൻ ഈ പ്രോബ്ലം ഈ വീഡിയോ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, എന്താണ് സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്? യെസ്, ടാൻ എക്സ്. ഓക്കെ, മൈനസ് എന്താണ് വൺ ഡി എക്സ്? വണ്ണിന്റെ ഇന്റഗ്രൽ വൺ എക്സ്, ടുവിന്റെ ഇന്റഗ്രൽ ടു എക്സ്, ത്രീയുടെ ഇന്റഗ്രൽ ത്രീ എക്സ്. അപ്പൊ വണ്ണിന്റെ ഇന്റഗ്രൽ വൺ എക്സ്, ദാറ്റ് മീൻസ് എക്സ്. അപ്പൊ എക്സ് എന്ന് വരും. പ്ലസ് ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? പ്ലസ്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊച്ചു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ഒരിക്കൽ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സീക്സ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കൊസീക് സ്ക്വയർ എക്സ്. നിങ്ങൾ നേരെ ട്രിഗണോമെട്രിയിൽ പോയിട്ട് വൺ ബൈ സീക്സ് സ്ക്വയർ എക്സിന്റെ വില നമ്മൾ ഐഡന്റിറ്റി നമുക്കറിയാം. വൺ ബൈ കോസ് സ്ക്വയർ എക്സ് ആണ് ആര്? സീക്സ് സ്ക്വയർ എക്സ്. ഞാൻ സീക്സ് സ്ക്വയർ എക്സിന് പകരം, അതായത് ഈ ഒരു സീക്സ് സ്ക്വയർ എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു? വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ ആണോ? ന്യൂമറേറ്ററിലുള്ള സീക്സ് സ്ക്വയർ എക്സിന് പകരം ഞാൻ വൺ ബൈ കോസ് സ്ക്വയർ എക്സ് കൊടുത്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന കൊസീക് സ്ക്വയർ എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു? വൺ ബൈ സൈൻ സ്ക്വയർ എക്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ അടുത്ത് ചെയ്തത്, ഏറ്റവും താഴെയുള്ള ആൾ കറങ്ങി ഏറ്റവും മുകളിൽ പോകും. അതാണ് ചെയ്തത്. അതായത് നമ്മൾ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ എന്തെന്ന് കിട്ടും? കോസ് സ്ക്വയർ എക്സ്. ഇത് നമുക്ക് ട്രിഗണോമെട്രിയുടെ മറ്റൊരു ഐഡന്റിറ്റിയാണ്. സൈൻ ബൈ കോസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സൈൻ ബൈ കോസ് ഈക്വൽ ടു ടാൻ. എങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ഈക്വൽ ടു ടാൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് നമുക്ക് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇത്രയും ഓക്കെ. ഇനി ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി എവിടെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ കണ്ടാലും ഈ ടാൻ സ്ക്വയറിലേക്ക് എങ്ങനെ മാറ്റാം? സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ്ണിലോട്ട് മാറ്റാം. സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ്ണിലോട്ട് മാറ്റാം. ഓക്കെ ആണോ? ടാൻ സ്ക്വയർ എക്സിനെ എനിക്ക് സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ്ണിലോട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാൻ സ്ക്വയർ എക്സിന് പകരം എന്ത് കൊടുത്തു? സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വൺ എന്ന് കൊടുത്തു. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കണം അല്ലെ? അടുത്ത് ഇനി നമ്മൾ ആ സീക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകാം. സീക്സ് സ്ക്വയർ മൈനസ് വൺ നിങ്ങൾക്കറിയാം, ഇന്റഗ്രേഷൻ എനിക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യത്തേതിനും എനിക്ക് ഇന്റഗ്രേഷൻ കൊടുക്കാം, ദാറ്റ് ഇസ് ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ്. അതുപോലെ എനിക്ക് രണ്ടാമതിരിക്കുന്ന വണ്ണിനും ഇന്റഗ്രൽ കൊടുക്കാം, ദാറ്റ് ഇസ് വൺ ഡി എക്സ്. ഇതൊക്കെ നമ്മൾ പലതവണ കണക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഓക്കെ, നമ്മൾ പലതവണ കണക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഫസ്റ്റ് ഞാൻ ഇന്റഗ്രൽ സീക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് കൊടുത്തു, മൈനസ് ഇന്റഗ്രൽ വൺ ഡി. ഇനി അറിയാം സീക്സ് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം ടാൻ എക്സ്, മൈനസ് വണ്ണിന്റെ ഇന്റഗ്രേഷൻ നമുക്കറിയാം എക്സ്, ഡയറക്റ്റ് കൊടുക്കുന്നു ടാൻ എക്സ് മൈനസ് എക്സ്. പിന്നെ നമ്മൾ എപ്പോ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പ്ലസ് ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 7.1 20ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തോട് കൂടി 7.1 നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരുവിധം ബേസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് 7.1 ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്റഗ്രേഷനിലെ 7.4 7.5 ഒക്കെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. നമുക്ക് അവിടെ ആ പ്രോബ്ലം ഒക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം, ഈ സെക്ഷന്റെ ലാസ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ 2 മൈനസ് 3 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. നമ്മൾ ഈ ഒരു ടൈപ്പിലെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് ഡിനോമിനേറ്റർ ഒരാളും, അതായത് ഡിനോമിനേറ്ററിൽ ഒരാളും ന്യൂമറേറ്റർ ഇതുപോലെ രണ്ടാൾക്കാർ, അതായത് പ്ലസും മൈനസും ഒക്കെ ഇട്ട് അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാൾ ഈ രീതിയിൽ ഇരിക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ള രണ്ടാൾക്കാർക്കും എനിക്ക് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്? സിമ്പിൾ പരിപാടി. എ പ്ലസ് ബി ബൈ സി ഇതുപോലെ ഇരിക്കുകയാണ്. എ പ്ലസ് ബി ബൈ സി എന്ന രീതിയിൽ ഇരുന്നാൽ എനിക്കതിനെ എ ബൈ സി എന്ന് എഴുതാം, പ്ലസ് അതുപോലെ എന്ത് എഴുതാം, ബി ബൈ സി എന്ന് എഴുതാം. ഡിനോമിനേറ്ററിലുള്ള സി എക്ക് അവകാശപ്പെട്ടതാണ്, അതുപോലെ തന്നെ ആർക്കും അവകാശപ്പെട്ടതാണ്, ബിക്കും അവകാശപ്പെട്ടതാണ്. എനിക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഫസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്റഗ്രൽ 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് 3 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ ഡി എക്സ് എന്ന് മാറ്റാം. ഓക്കെ ആണോ? ദെൻ ഇന്റഗ്രൽ, എനിക്ക് ഇതിന് രണ്ടിനെയും ഇന്റഗ്രൽ സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് 3 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു, സോറി, ഇനി നമുക്ക് അടുത്ത് ഒരുമിച്ച് എടുക്കാം, വെളിയിലെടുക്കാം. ഇന്റഗ്രൽ 3 സൈൻ എക്സ്, ഈ കോസ് സ്ക്വയർ എക്സിൽ ഒരു കോസ് എക്സ് ഞാൻ ഇവിടെ വെച്ചു, താഴെ ഒരു കോസ് എക്സ് ഞാൻ 1 ബൈ കോസ് എക്സ് ഡി എക്സ് എന്ന് മാറ്റി. ഓക്കെ ആണോ? ഒന്നും ചെയ്തില്ല. ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന കോസ് സ്ക്വയർ എക്സിന്റെ ഒരു കോസ് എക്സ് ഞാൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നാക്കി. അപ്പൊ ബാക്കി ഒരു കോസ് എക്സ് വരുമല്ലോ, അതിന് ഞാൻ ഇൻറ്റു മുകളിൽ 1 ബൈ കോസ് എക്സ് എന്നാക്കി. സംശയം ഉണ്ടോ? സംശയം വരാൻ സാധ്യതയില്ല. ഒരിക്കൽ കൂടെ പറയാം. മുകളിലുള്ള 3 സൈൻ എക്സിന് താഴെയുള്ള ഒരു കോസ് എക്സ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇൻറ്റു അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കോസ് എക്സ് അപ്പൊ എനിക്ക് ഡിനോമിനേറ്ററിൽ മിച്ചമുണ്ട്, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യും, 1 ബൈ കോസ് എക്സ് എന്ന് മാറ്റി എഴുതി. ഇത് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ഇത് തന്നെ കിട്ടും. നോക്കാം, 3 സൈൻ എക്സ് ഇൻറ്റു 1, 3 സൈൻ എക്സ്, താഴെ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ത് കിട്ടും, കോസ് സ്ക്വയർ എക്സ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ മാറ്റിയതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ 2 കോൺസ്റ്റന്റ് ആണ്, സോറി 2 കോൺസ്റ്റന്റ് വെളിയിലെടുത്താൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇവിടെ 3 കോൺസ്റ്റന്റ് ആണ്, അവരെ വെളിയിലെടുത്താൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് മീൻസ് ടാൻ എക്സ്. ഓക്കെ, ഇനി ഇൻറ്റു 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, സീക്ക് എക്സ് ഡി എക്സ്. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് 1 ബൈ കോസ് സ്ക്വയർ എക്സ്, ഈ ഒരു ആദ്യം കാണുന്ന സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ ഇതാരാണ്, യെസ്, നമ്മൾ നേരത്തെ പഠിച്ചു 1 ബൈ കോസ് സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 3. ഞാൻ ഈ സീക്ക് എക്സിന് ആദ്യം വെച്ചു, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം, 2 ഇൻറ്റു എന്താണ് സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ, എളുപ്പം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ എക്സ്, സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ടാൻ എക്സ് മൈനസ് 3 പുറത്തിരിക്കുവാണ്. ഇനി എന്താണ് സീക്ക് എക്സ് ടാൻ എക്സിന്റെ, യെസ്, സീക്ക് എക്സ്. കഴിഞ്ഞ പരിപാടി, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആയിരുന്നു. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ ടാൻ എക്സ് എന്ന് എഴുതി, സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്, 3 സീക്ക് എക്സ് എന്ന് എഴുതി, പ്ലസ് സി മറക്കാതെ എഴുതുക. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ആണോ? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ ഈ ന്യൂമറേറ്ററിലുള്ള സാധനം, അതായത് ന്യൂമറേറ്ററിലുള്ള 2 മൈനസ് 3 സൈൻ എക്സിന് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. 2 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് 3 സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിന്റെ ഒരു കോസ് എക്സിന് ഞാൻ സൈൻ എക്സിന്റെ ഡിനോമിനേറ്ററിൽ എഴുതി, ഒരു കോസ് എക്സിന് ഞാൻ അല്പം മാറ്റി 1 ബൈ കോസ് എക്സ്. ഇതൊക്കെ നമുക്ക് കുറെ ചെയ്തത് നമുക്ക് ഓർമ്മിക്കണം. യെസ്, അവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാലേ എനിക്ക് ടാൻ എക്സ് വരൂ. അതുപോലെ തന്നെ 1 ബൈ കോസ് ആവുമ്പോൾ സീക്ക് എക്സ് ആവും. അപ്പൊ അത് ചേർത്ത് എഴുതുന്ന ടാൻ എക്സ് സീക്ക് എക്സിന് എനിക്ക് എന്തുണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട്. അതിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു കൺവേർഷൻ നടത്തിയത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ 2 കോൺസ്റ്റന്റ് ആണ്, 2 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സ് നമുക്കറിയാം, അതാരാണ്, സീക്ക് സ്ക്വയർ എക്സ് ആണ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, മൈനസ് ബാക്കി അതുപോലെ എഴുതി. ദെൻ അടുത്ത സ്റ്റെപ്പ് 1 ബൈ കോസ് സ്ക്വയർ എക്സ് നമ്മൾ എഴുതി, സീക്ക് സ്ക്വയർ എക്സ്. ഇവിടെ ഞാൻ ഒന്ന് ഈ സീക്ക് എക്സിനെ ഇപ്പുറത്ത് വെച്ചു, ടാൻ എക്സിനെ അപ്പുറത്ത് വെച്ചു. കാരണം 2 ഇൻറ്റു 3 എന്ന് വന്നാലും 3 ഇൻറ്റു 2 എന്ന് വന്നാലും ഒക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. നമുക്കൊരു ഫോർമുല പറയാൻ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം, 2 കോൺസ്റ്റന്റ് അവൻ അതുപോലെ താഴെ വെച്ചു. ഓക്കെ, സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ്, സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ്, ഈ മൈനസ് അതുപോലെ വെച്ചു. ഓക്കെ അല്ലേ, ഈ 3 അതുപോലെ വെച്ചു.
സീക്കെക്സ് ടാനെക്സിന്റെ ഇന്റഗ്രൽ നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റഗ്രൽ സീക്കെക്സ് ടാനെക്സ് ഡി എക്സ് ഈക്വൽ ടു സീക്കെക്സ് പ്ലസ് സി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആ ഇന്റഗ്രേഷന്റെ ഫോർമുല എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നു. 2 tan x മൈനസ് 3 sec x പ്ലസ് c എന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇത്രയും നിങ്ങൾ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ള, അതായത് ഇന്റഗ്രേഷന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് 7.1. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിപ്പോ നിങ്ങൾ ഈ മൊത്തം ക്ലാസ് കണ്ട ശേഷം നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറെ തവണ ഫോർമുല ഒന്ന് എഴുതി നോക്കുമ്പോഴേക്കും നമുക്ക് എന്ത്, ഈ ഫോർമുല മനസ്സിലാവും. ഫോർമുല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് വളരെ എളുപ്പമാണ്. നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ എളുപ്പമാണ്. നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇപ്പൊ 7.1 കംപ്ലീറ്റ് ആണ്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 7.2-3 നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു പക്ഷേ ചെയ്യാൻ സമയം കിട്ടില്ല. നമ്മൾ ഓരോ മെത്തേഡിനും ഒരു ടൈപ്പ് കണക്കെങ്കിലും നമ്മൾ ചെയ്യും. ഒരു ഇന്റഗ്രേഷൻ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 10ൽ കൂടുതൽ മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനുമായിട്ട് ഒരു 10ൽ കൂടുതൽ മാർക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചാപ്റ്റർ പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.